വെൽക്കം ബാക്ക് ടു ബ്രിൻറ്റോ ദ എൻസോ. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറായിട്ടുള്ള വെജീറ്റയെ ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് വെജീറ്റ എന്നെ പഠിപ്പിച്ചു തന്ന ജീവിത പാഠങ്ങൾ അതെന്തൊക്കെ? വെജീറ്റ എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും പോലെ തന്നെ ബ്രിൻറ്റോ ദ എൻസോ അല്ലെ എൻസോ സർക്കിൾ പോലെ തന്നെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഗോകുവിനെ വെച്ച് നോക്കുമ്പോൾ ഗോകുവിന് നല്ല മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഗോകു സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ആയതിന് കാരണം ബെസ്റ്റ് ടീച്ചേഴ്സാണ് ഗോകുവിനെ പഠിപ്പിച്ചത്. പക്ഷേ വെജീറ്റയെ നോക്കിയാൽ വെജീറ്റയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. വിജയ്ക്ക് ആകെ ഉണ്ടായിരുന്ന അവൻ്റെ ഫാമിലി പോലും ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടു. അവൻ്റെ സ്കില്ലോ അവൻ്റെ സ്ട്രെങ്തോ എല്ലാം ബാറ്റിലിൽ നിന്ന് നേടിയെടുത്തതാണ്. അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്ന് പറയാനുള്ള ചങ്കുറപ്പുള്ള വ്യക്തിയാണ് അതിൻ്റെ അകത്ത്. മാത്രമല്ല ഭയങ്കര ഈക്വറ്റിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ എന്തുകൊണ്ട് അഡ്മയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വർക്ക് എത്തിക്കും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. അവൻ വീക്ക്നെസ് ടോളറേറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഹി ഹിംസെൽഫ് ഈസ് സോ സ്ട്രോങ്. ഇതേ കാര്യം നമുക്ക് ചെയ്തുകൂടെ? അതായത് നമുക്ക് നമ്മളുടേതായിട്ടൊരു ഈഗോ കീപ്പ് ചെയ്യുക. ഞാൻ ഈ ഒരു ലെവലിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ ഒരു ബേസ് സ്റ്റാൻഡേർഡ് ഇതാണ്. ഇതിന് താഴേക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്കിൽ സെറ്റ് എനിക്കുണ്ടാവും. അതുള്ളപ്പോൾ അതിന് ആ ഈഗോയ്ക്ക് ഒരു ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് ആ സ്കിൽ സെറ്റ് ഇല്ലാതെ എനിക്ക് ഈ സ്റ്റാൻഡേർഡ്സ് തന്നെ വേണം എന്ന് പറയുമ്പോൾ അത് എൻടൈറ്റിൽമെൻ്റായി. അപ്പോൾ ഈ എൻടൈറ്റിൽമെൻറ്റിനുള്ള ഒരു അടിയായിരുന്നു ആക്ച്വലി വെജീറ്റ എന്ന് പറയുന്ന ക്യാരക്ടർ. നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണ്? നിങ്ങൾ വേണ്ടത് ബിൽഡ് ചെയ്യും എന്നിട്ട് അഹങ്കാരം കാണിക്കുക. വെജീറ്റ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വെജീറ്റയുടെ പ്രൈഡ്, അസെയൻസ് പ്രൈഡ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇത്ര ഈഗോട്ടിസ്റ്റിക്കലായിട്ടുള്ള ആൾ പക്ഷേ ഫാമിലി ലവറാണ്, ഭയങ്കര ഫാമിലി ലവറാണ്. അതായത് തുടക്കത്തിൽ ആ സീരീസിലല്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് അങ്ങനെയാണ്. ബൾമയെ ബീറസ് സ്ലാപ്പ് ചെയ്യാൻ നേരത്തേക്കും വെജീറ്റയുടെ റേജ് കൊണ്ട് വെജീറ്റയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗോകുവിൻ്റെ മേലെ പോകും. അതായത് എൻ്റെ ഫാമിലിയെ തൊടുന്നവൻ ദൈവം തമ്പുരാനാണെങ്കിലും ഞാട്ടിക്കും എന്നുള്ള ആ ഒരു ധൈര്യം. ബീറസ് ഗോഡാണ്, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അപ്പം ആ ദൈവത്തിനെ തിരിച്ചടിക്കാനുള്ള ധൈര്യം കാണിച്ച വ്യക്തിയാണ്. ആ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറുള്ള ഒരു ക്യാരക്ടറാണ് വെജീറ്റ. പലയാവർത്തി തോറ്റുപോയി, പലയാവർത്തി ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടെ എന്നിട്ടും ഗിവപ്പ് ചെയ്യാൻ മനസ്സ് കാണിക്കാത്തൊരു വ്യക്തിയാണ് വെജീറ്റ. ഫ്യൂച്ചർ ട്രങ്ക്സ് തിരിച്ചു പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ കരയുമ്പോൾ വെജീറ്റ വന്നിട്ട് പറയും, തല ഉയർത്തി നിൽക്ക്, വഴി വരും. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വഴി അന്വേഷിക്കാം. നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് പോലും നിനക്ക് വേണമെങ്കിൽ കരയാം, അല്ലെങ്കിൽ നിനക്ക് വഴി നോക്കാം. അങ്ങനെ പഠിപ്പിച്ചു തരുന്ന ഒരു ക്യാരക്ടറാണ്. ഡ്രാഗൺ ബോൾസിലെ ഓരോ ക്യാരക്ടേഴ്സും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതിൽ വെജീറ്റ എൻ്റെ മനസ്സിലോ എൻ്റെ ലൈഫിലും വളരെയധികം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതുപോലെ ഇനി ആനിമെ കണ്ടൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും.